നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും നിന്നെ കൊണ്ടുപോകും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 18 19 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കാം. ഇവിടെ കർത്താവ് പറയുന്നത്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ തന്നെ പോയി. എന്നാൽ നീ വയസ്സനാകുമ്പോൾ നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. കൊണ്ടുപോവുക എന്നുള്ള ആ പ്രയോഗം കുരിശിക്കാൻ കൊണ്ടുപോവുക എന്നാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിക്കുകയും തലയിൽ മുൾമുടി ചൂടിക്കുകയും വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്ത ശേഷം യഹൂദന്മാരുടെ മുൻപാകെ പീലാത്തോസ് യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആളാണ്, ഇതുപോലെ അടിച്ചിട്ടുണ്ട്, ഇതുപോലെ എന്നാണ് പീലാത്തോസ് ഉദ്ദേശിച്ചത്. പക്ഷെ അവര് പറഞ്ഞത് അവനെ ക്രൂശിക്കാം. മൂലഭാഷയിൽ അവനെ കൊണ്ടുപോവുക ആ വാക്കാണ് അവർ ഉപയോഗിച്ചത്. കുരിശിക്കാൻ കൊണ്ടുപോവുക, അവനെ കുരിശിക്കാൻ വിടുക, അതാണ്. അപ്പോൾ പീലാത്തോസ് പറഞ്ഞത്, നിങ്ങൾ കൊണ്ടുപോയി കുരിശിക്കുക, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ കുരിശിക്കുക എന്നുള്ളതിന് ഉള്ള ഒരു പദമാണ് കൊണ്ടുപോവുക എന്നുള്ളത്. ഇവിടെ പത്രോസിൻ്റെ മരണം അല്ലെങ്കിൽ രക്തസാക്ഷി മരണം അത് കുരിശുമരണമായിരിക്കും എന്നാണ് ഇവിടെ യേശു ഉദ്ദേശിച്ചത്. അതും വയസ്സായ ശേഷം എന്ന് പറയുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ പോലെയല്ല. ഇന്ത്യക്കാർക്ക് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വൃദ്ധൻ, ഇങ്ങനെയുള്ള 5 ഘട്ടങ്ങളാണുള്ളത്. എന്നാൽ യഹൂദന്മാർക്ക് അങ്ങനെയല്ല. ശൈശവം, ബാല്യം, കൗമാരം, പുരുഷൻ, യുവാവ്, മൂപ്പൻ, വൃദ്ധൻ, അങ്ങനെ 7 ഘട്ടങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് മിക്കവാറും ഒരു 90 വയസ്സൊക്കെ കഴിയുന്ന ആ സ്ഥിതിയാണ് ഈ വൃദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ പത്രോസ് വൃദ്ധനായ ശേഷമേ മരിക്കുകയുള്ളൂ. ആ മരണം രക്തസാക്ഷി മരണമായിരിക്കും, അല്ലെങ്കിൽ കുരിശുമരണം തന്നെ ആയിരിക്കും. പത്രോസ് ബന്ധിക്കപ്പെടുവാനിടയാകും എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. പക്ഷേ ആ മരണത്തിനൊരു വിശേഷണം കർത്താവ് നൽകി, അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഈ സുവിശേഷത്തിൽ നൽകിയിട്ടുള്ളത് പത്രോസ് മരണം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ടും പ്രസംഗം കൊണ്ടും നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും മാത്രമല്ല, മരണം കൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കും. യോബിൻ്റെ ജീവിതത്തിൽ യോബിന് നന്മകൾ ലഭിച്ചത് നിമിത്തം മാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ നന്മകൾ ദൈവം തിരിച്ചെടുത്തപ്പോഴും യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. അതുപോലെ നമുക്ക് ആരോഗ്യവും ആയുസ്സും അതുപോലെ സുഖവും ഒക്കെ തരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. എന്നാൽ രോഗവും മരണവും തരുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അപ്പോൾ മരണം കൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക? നമ്മുടെ കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ കർത്താവ് ഓടിയില്ലല്ലോ, അവരെ ഒന്നും തിരിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലല്ലോ, കൈനീട്ടി കൊടുക്കുകയല്ലേ ചെയ്തത്, എന്നെ ബന്ധിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എന്നാണ് അത് സംബന്ധിച്ച് പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ മരണസമയത്തും സമചിത്തതയോടെ പേടിക്കുകയോ കരയുകയോ അല്ലെങ്കിൽ ഓടുകയോ അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കുകയോ ചെയ്യാതെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി കർത്താവ് പെരുമാറിയതുപോലെ പത്രോസും പെരുമാറും. അപ്പോൾ ഈ ശിക്ഷ നടപ്പാക്കുന്ന ആളുകൾ അത്ഭുതപ്പെടും. എന്തൊരു വിശ്വാസം, എന്തൊരു ധൈര്യം, എന്തൊരു പ്രത്യാശ എന്ന് പറയുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗവേളയിലും അല്ല നമ്മുടെ മരണവേളയിലും ഭയപ്പെടാതെ സമചിത്തതയോടുകൂടെ ഒക്കെ ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവം നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കി കർത്താവിന് സ്തോത്രം. ആരോഗ്യം തന്നതിനായി സ്തോത്രം, രോഗം തന്നതിനായി സ്തോത്രം, ആയുസ് തന്നതിനായി സ്തോത്രം, മരണം തന്നതിനായും സ്തോത്രം എന്ന് പറയുവാൻ യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കണം. പത്രോസ് അങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.